ചുരിദാറൊക്കെ ഇട്ട് നടന്നിരുന്ന കൊച്ചു പെൺകുട്ടി ഇതാ വളർന്ന് സാരിയിലായിരിക്കുന്നു. ആളിനെ എവിടെയോ വെച്ച് കണ്ട പോലൊരു പരിചയം തോന്നിയിട്ടാ ശ്രദ്ധിച്ചത്. ഇപ്പൊ വലിയ ആളായി പോയി. ഇനിയിപ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമല്ലോ ഗിരീഷ് ഏട്ടാ. അതെ അതെ, അത് നേരം. അല്ല, എന്താ ഇവിടെ നിൽക്കുന്നേ? ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? അതെ, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഓ, എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? എനിക്കെന്താ ടെൻഷൻ? പേടിക്കണ്ട, ശാരികയുടെ കല്യാണക്കാരൻ എന്തായാലും ഞാൻ ചോദിക്കില്ല. അത് ചോദിക്കുന്നതിൽ എനിക്ക് ഒരു പേടിയില്ല ഗിരീഷ് ഏട്ടാ. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അത് വീട്ടിൽ പറഞ്ഞു. ഇപ്പൊ കുടുംബത്തില് മിക്കവാറും എല്ലാരും അത് അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഞാനും കേട്ടു. എന്തായാലും ശാരിക ഇതുപോലെ. ഗിരീഷ് ഏട്ടൻ രജനി ചേച്ചിയെ കല്യാണം കഴിച്ചത് പ്രേമിച്ചല്ലേ? നന്ദേട്ടനെ ദേവിയേച്ചിയും പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചേ? അതിലൊന്നും ഇല്ലാത്ത അത്ഭുതം ഞാൻ പ്രേമിക്കുമ്പോ എന്തിനാ? ഒരു ചെറിയ അത്ഭുതമുണ്ട്. അല്ല, ഞങ്ങൾ പ്രണയിക്കുമ്പോ ഇതുപോലെ മറ്റൊരാളോട് പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ ഓപ്പണായും ശക്തിയായും പറയാൻ പറ്റിയിരുന്നില്ല. സാരിയിലേക്ക് മാറിയത് മാത്രമല്ല, ആകെപ്പാടെ ശാരികയ്ക്കൊരു മാറ്റമുണ്ട്. അതെ, ചിലപ്പോഴൊക്കെ ഞാൻ രജനിയോട് പറയാറുണ്ട്, ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടെ പ്രതീകമാണ് ശാരിക എന്ന്. നിലപാടുകളും തീരുമാനങ്ങളും പറയുന്നവളാവണം ഇന്നത്തെ പെൺകുട്ടി. എന്നിട്ട് ഈ പെണ്ണിന്റെ നിലപാടിൽ എന്റെ വീട്ടുകാർക്കുൾപ്പെടെ എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ. ആദ്യം പറഞ്ഞ നിലപാടിലെ മാറ്റം അതാർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. സാഹചര്യം അങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലേ? എന്തായാലും ശാരിക കണ്ടെത്തിയത് നല്ലൊരാളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനപ്പുറമുള്ള ഉപദേശമൊന്നും എനിക്ക് തരാനില്ല. താങ്ക് യു. ജ്യൂസ് എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? വേണ്ട, ഗിരീഷേട്ടൻ പൊക്കോളൂ. പോവാം. അല്ല, അത് പിന്നെ ശാരികയുടെ ഫ്രണ്ട് വരട്ടെ. അവിടെ ഒരു ഹോട്ടലുണ്ട്, എനിക്ക് അവിടെ നിന്നൊരു മസാല ദോശ വാങ്ങണം. രജനിക്ക് പെട്ടെന്ന് ദോശ കഴിക്കാനൊരു ആഗ്രഹം. ശാരിക വാ, എന്തിനാ വെറുതെ ചൂടുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്? വാ. വേണ്ട ഗിരീഷേട്ടാ. എന്നാ ഓക്കെ, ഞാൻ ചെല്ലട്ടെ. ശരി. അത് എന്റെ റിലേറ്റീവാ. എന്താ ദേവിക? മുരളേട്ടൻ പറഞ്ഞില്ലേ ശാരിക പ്രേമിക്കുന്ന ആള് നല്ല ആളാണോ മോശം ആളാണോ എന്ന് അറിയാൻ പറ്റാത്തതിലെ പ്രശ്നങ്ങൾ. നല്ല ആളാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഭാവിയിൽ നമ്മളെ കരയിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും മുരളേട്ട? നന്ദുവിന്റെ കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതാവസാനം വരെ ഒറ്റ മനസ്സോടെ പോവെന്നൊക്കെ കരുതിയിട്ട് ആ പ്ലാന്റിന് വേണ്ടി എന്നോട് കാണിച്ചതൊക്കെ അറിയാലോ. മുൻപ് നന്ദു പറഞ്ഞിരുന്നത് ഞാനാ നന്ദുന്റെ ലോകമെന്നാ. അങ്ങനെയാണെങ്കിൽ നന്ദു ഇപ്പൊ ലോകത്തിന് പുറത്താ. നന്ദുവിന് എന്നോടുള്ള സ്നേഹത്തില് അഭിമാനം മാത്രല്ല, അഹങ്കാരം ഉണ്ടായിരുന്നു ഒരു സമയത്ത് എനിക്ക്. എന്നിട്ട് ഇപ്പോ നന്ദന്റെ കാര്യത്തില് ദേവിക വിഷമിക്കേ വേണ്ടെന്നാ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അവനൊരു ചതിയനൊന്നുമല്ല ദേവിക, നീ തന്നെ ഇപ്പോഴും അവന്റെ ലോകം. എന്തോ അബദ്ധത്തിലോ ചതിയിലോ മറ്റോ പെട്ടിരിക്കുക. അവൻ തിരിച്ചു വരും.
ആരും അല്ലാതെ മറ്റൊരാളും വരാറില്ല. ദേവി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? ആ ഫയൽ ഞാൻ എടുത്തുന്നാണോ? നന്ദു, ദേവികെ, ആ ഫയലിന്റെ കാര്യം എന്തായി? അതെന്താവുന്ന ദൈവത്തിനെ അറിയൂ. വീട്ടില് ശാരികയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പകുതി മനസ്സും ഫയലിന്റെ കാര്യത്തിലായിരുന്നു. എല്ലാം കൊണ്ടും തീരെ സമാധാനമില്ല മുരളേട്ട. ഒരു വശത്ത് ഫയലിന്റെ പ്രശ്നങ്ങള്, മറുവശത്ത് ശാരിക. ഇതാരാ ഇത്? എന്താടാ ഇത്? ഇതാരുടെ വണ്ടിയാ? പിടിക്ക്. പിടിക്ക്. ഇതേ അമ്മയ്ക്കുള്ള കാറാ. നീ എന്തായി പറയുന്നേ? നീ കാർ വാങ്ങിയോ? ഇങ്ങനൊരു കാർ വാങ്ങാൻ നിന്റെ എവിടുന്നാ കാശ്? ഇതെന്തൊരു ചോദ്യാമേ? ഞാൻ സ്വന്തമായി വാങ്ങിയാലേ ഇതെന്റെ കാറാവത്തുള്ളൂ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 2 വീലർ എടുത്തു. ആരെനിക്ക് എടുത്തു തന്നെ? അച്ഛൻ്റെ അമ്മയുടെ ഗിഫ്റ്റ് ആയിരുന്നില്ലേ? അതുപോലെ ഒരാളുടെ ഗിഫ്റ്റാ ഈ വണ്ടി. ഇത്രയും വിലയുള്ള വാഹനം നിനക്ക് സമ്മാനമായിട്ട് തന്നോ? കേട്ടിട്ട് പേടിയാവാ നന്ദ. ആരാ നിനക്കിത് തന്നേ? അമ്മയ്ക്കും അറിയാവുന്ന ആള് തന്നെയാ, ഇസബല്ല. ഇസബല്ലയോ? എന്തിനാ ആ കുട്ടി നിനക്ക് ഈ കാർ വാങ്ങി തന്നേ? നന്ദ, ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ ഇത്രയും വിലയുള്ളൊരു ഗിഫ്റ്റ് ഇസബല്ല നിനക്ക് തന്നേ? അത് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് അല്ലേ അമ്മേ? എന്നാലും മോനെ, ഇത് വേണ്ടടാ. കേട്ടിട്ട് എന്തോ ഒരു പ്രയാസം പോലെ. പ്ലീസ് അമ്മേ, അമ്മ കുറ്റപ്പെടുത്തും പോലൊന്നും പറയല്ലേ. ഇത് കണ്ടിട്ട് അമ്മ നല്ല ത്രില്ലാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗത്തിൽ കാർ ഓടിച്ച് വരികയായിരുന്നു. എന്റെ സന്തോഷം ഓരോന്ന് പറഞ്ഞ് കെടുത്തി കളയല്ലേ അമ്മേ, പ്ലീസ്. എത്രയാ? 80. ശരി. ശരി. എന്താ പ്രഭ, ഇതേതാ ഈ കാറ്? ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാത്തെ? ഇത് നന്ദന് ഗിഫ്റ്റ് കിട്ടിയതാ. ഗിഫ്റ്റ് കിട്ടിയതോ? എന്ത് ഗിഫ്റ്റ്? എന്തെങ്കിലും പർച്ചേസ് ചെയ്തപ്പോ ലക്കി ഡ്രോയിലൂടെ സമ്മാനം കിട്ടിയതാണോ? അല്ല, ഒരാൾ തന്നേ. ഏതാള്? ഇവന്റെ ഫ്രണ്ട് ഇസബല്ല. ആ കുട്ടിയും കെവിന്റെ കമ്പനിയിലാണല്ലോ. അവളൊരു സന്തോഷത്തിന് വാങ്ങിക്കൊടുത്തതാ. ഏതിന്റെ സന്തോഷത്തെ? വാലും തുമ്പൂല്ലാതെ എന്തെങ്കിലും പറയാതെ എന്താന്ന് വ്യക്തമാക്ക്. ഇസബെല്ല എന്തിനാ ഇത് ഗിഫ്റ്റ് ചെയ്തേ? ഒരു സന്തോഷത്തിന് അച്ഛാ. ലക്ഷങ്ങൾ വിലയുള്ള കാറ് സന്തോഷത്തിനായി നിനക്ക് തന്നോ? ആരുടെ സന്തോഷത്തിന്?
നിന്റെ സന്തോഷത്തിനോ അതോ അവളുടെ സന്തോഷത്തിനോ? ദേ, ഈ നിമിഷം ഈ കാർ തിരിച്ചുകൊണ്ട് കൊടുത്തേക്കണം. പറഞ്ഞത് മനസ്സിലായോടാ? സിദ്ധു, ഇനി ഇതിപ്പോ ഒരു വിഷയമാക്കണ്ട. ദേ, താൻ മിണ്ടരുത്. അർഹതയില്ലാതെ കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ പറയാതെ ഇത് വിഷയമാക്കണ്ടെന്നോ? തെറ്റിന് കൂട്ടു നിൽക്കുന്നതും കുറ്റം ചെയ്തതിന് തുല്യ. അതിനിവിടെ ആര് തെറ്റ് ചെയ്തു? ഇവ മോഷ്ടിച്ചല്ലോ, അറിഞ്ഞു കൊടുത്തതല്ലേ? അറിഞ്ഞു കൊടുത്തതോ? ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം ഇങ്ങനെ അറിഞ്ഞു കൊടുക്കാൻ മാത്രം ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? ഇനി സോഷ്യൽ മീഡിയയിൽ കണ്ടതൊക്കെ സത്യമായി വരികയാണോ? അച്ഛ പ്ലീസ്, ദൈവത്തെ ഓർത്ത് അച്ഛങ്ങനെ കടന്നൊന്നും ചിന്തിക്കില്ലേ? നിർത്തടാ. നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടോടാ? സിദ്ധു പ്ലീസ്, വേണ്ട. ഏതോ മത്സരത്തിൽ 1ാം സമ്മാനവും വാങ്ങിച്ചു നിൽക്കുന്ന അഭിമാനത്തോടെയല്ലേ ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാറ് കൊണ്ടൊന്ന് നെഞ്ചി പിടിച്ച് നിൽക്കുന്നത്? അച്ഛ ദയവായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. നീ ഞങ്ങളെടാ ഇൻസൾട്ട് ചെയ്യുന്നേ? ചന്ദ്രോത്ത് കേട്ടുകളിവില്ലാത്ത കാര്യം അത്. നിനക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ അവൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. അങ്ങനൊന്നും ഇല്ല സിദ്ധു. നന്ദൻ ഇപ്പൊ കാറില്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സ് അറിഞ്ഞൊരു സമ്മാനം കൊടുത്തതല്ലേ. നന്ദൻ സന്തോഷത്തോടെ നിൽക്കുമ്പോ അവന്റെ മനസ്സിടിക്കാതെ. ഇത് കേൾക്കുമ്പോഴായിരിക്കും ദേഷ്യം വരുന്നേ. നിന്റെ ഭാര്യയോട് പറഞ്ഞോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയ കാര്യം? പറഞ്ഞോന്ന്? ഇല്ല. അതെന്താ പറയാത്തത്? ദേവിക സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാന ഫയൽ കാണുന്നില്ല. അതിന്റെ പേരിൽ ആ പാവം അക്ഷരാർത്ഥത്തിൽ തീ തിന്നുക. നീ പ്രേമിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്ന കല്യാണം കഴിച്ച പെണ്ണല്ലടാ അവള്. തന്റെ മരുമകളല്ലേ? ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആ ഫയലിന്റെ പേരിൽ അവളുടെ MLA സ്ഥാനം തന്നെ പോയേക്കാം. എന്തെങ്കിലും ഒരു ഗൗരവം അതിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അതോ ആ ഫയൽ കാണാതായതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? സിദ്ധു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. എന്താ പൊള്ളിയോ? ഓ, പറയുന്ന കേട്ടാ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുമല്ലോ. ആ KK നായരുടെ ഫയലിൽ ദേവിക ഒപ്പിച്ചതിന്റെ പിറകിൽ നിങ്ങളല്ലായിരുന്നോ? KK നായർ ഒന്ന് നിർത്തച്ച. എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നോട് ആജ്ഞാപിക്കാൻ പറ്റുമോ? സിദ്ധു, ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി കാറിനൊരു ഹാരമൊക്കെ അണിയിച്ച് നഗരപ്രദർശനം നടത്തും. നാട്ടുകാരൊക്കെ അറിയട്ടെ MLA ദേവികയുടെ കുടുംബത്തിലേക്ക് അർഹതയില്ലാത്ത സമ്മാനങ്ങൾ വന്നു കയറുന്നു എന്ന്. നന്ദ, സിദ്ധു പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാ. ഈ സമ്മാനം വാങ്ങാൻ പാടില്ലായിരുന്നു. നിന്നെ ഒറ്റപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ നിന്റെ ഭാഗം പറഞ്ഞത്. നോക്ക്, ഇതുപോലെയുള്ള സമ്മാനങ്ങളൊന്നും ഇനി വാങ്ങണ്ട.
സാരി ഇങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ എനിക്ക് സാരി നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞില്ലേ? ഇനി ഏട്ടന്റെ അഭിപ്രായവും ആഗ്രഹവും ഒക്കെയാ എനിക്ക് പ്രധാനം. ഹലോ, എന്തു പറ്റി? സാരിയില് എന്നെ കാണാൻ കൊള്ളില്ലേ? ശാരിക ഇപ്പൊ എത്ര സുന്ദരിയായിരിക്കുന്നു. സത്യം? താങ്ക് യു കെവിൻ ഏട്ടാ. എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലൊരു പെൺകുട്ടി, എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പെൺകുട്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് വെറുതെ. ഇതൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? ശാരികയെ സന്തോഷിപ്പിക്കാനല്ല, എൻ്റെ സന്തോഷം സഹിക്കാൻ പറ്റാതെ പറയുന്നതാ. സത്യം. മാധവേട്ടാ, അവള് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഈശ്വര, ഇനി എന്തെങ്കിലും പറ്റിക്കാണോ അവക്ക്? നീ എന്താ രാധികയായി പറയുന്നേ? അവള് സ്നേഹിക്കുന്നവനെ കാണാൻ പോയതാവും. വല്ല പിടിച്ചു പറിക്കാനോ ഗുണ്ടയോ മറ്റോ ആയിരിക്കോ? അവളെ എങ്ങോട്ടെങ്കിലും പിടിച്ചോണ്ട് പോയാലോ? എന്ത് ഭ്രാന്തൊക്കെയാ നീ പറയുന്നേ? വെറുതെ കാട് കയറി ഒന്നും ചിന്തിക്കല്ലേ. ഈശ്വര, ഇവിടുന്ന് എങ്ങോട്ടാ ഒരുങ്ങി പോയിരിക്കുന്നേ? മാധവേട്ട, ഒന്ന് അന്വേഷിച്ചു പോയാലോ? എവിടേക്കെന്നും പറഞ്ഞ്? അതുമല്ല, അവളെ എന്തു പറഞ്ഞു തിരുത്താനാ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടിയുടെ തല്ലാനോ നിർബന്ധിക്കാനോ പറ്റില്ല. മനുഷ്യന് ഒരു സമാധാനം ഇല്ലല്ലോ. ഞാൻ ദേവിയെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട രാധികയെ, അവളുടെ സമാധാനം കൂടി കളയണോ? ചിലപ്പോ ദേവിയെ അവളെ വിളിച്ചിട്ടുണ്ടാവും. എന്താ വിവരം ഒന്ന് അറിയട്ടെ. മനുഷ്യൻ ടെൻഷൻ അടിച്ച് മരിക്കും. എന്താ അമ്മേ, ശാരി വന്നോ? ഇല്ല മോളെ, ശാരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അമ്മ എന്തിനാ അവളെ വിളിക്കാൻ പോയേ? നമ്മളെ വിഷമിച്ചിട്ടും വിളിച്ചിട്ടും ഒന്നും കാര്യമില്ല. നീ ഇതെന്താ പറയുന്നേ? അവള് പ്രായപൂർത്തിയായ ഒരു കുട്ടിയാ. ഇനി നമ്മൾ നിയന്ത്രിച്ചു നിർത്താനുള്ള അവകാശമൊന്നുമില്ല. അതുമല്ല, ശരിയും തെറ്റൊക്കെ അവക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് ശരി. അപ്പോ അവളെ അങ്ങ് വിട്ടേക്കാന്നാണോ നീ ഇങ്ങനെയാണോ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണോ അമ്മേ? ഒന്നാമത് 100 കൂട്ടം പ്രശ്നമായിട്ട് തല മരവിച്ചിരിക്കാ ഞാൻ. അതിനിടയിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ ശരി, ഞാൻ വിളിക്കുന്നില്ല, നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, പോരെ? അമ്മേ, ഞാനിവിടെ കളക്ടറേറ്റിലോട്ട് മീറ്റിങ്ങിന് കയറാൻ നിൽക്കുക. പെട്ടെന്ന് അമ്മയുടെ ഫോൺ വന്നപ്പോ എടുത്തതാ. ഓ, നാട്ടുകാര്യങ്ങളൊക്കെ നോക്കാനുള്ളപ്പോ വീട്ടുകാര്യം നിനക്ക് ബാധ്യതയായല്ലേ? ശരി മോളെ, വേണ്ട. അത് ശരി, ശാരീരികൾ കഷ്ടമായല്ലോ അമ്മയുടെ കാര്യം. അമ്മേ, വീട്ടുകാര്യം നോക്കാൻ പറ്റില്ലെന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അതുകൊണ്ടാണോ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ ഓടിപ്പാഞ്ഞു വന്നത്? ആണോ അമ്മ? പറ. കുടുംബം കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ ഞാനിപ്പോ ഒരു MLA ആ. അതിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും കൂടി ഞാൻ ചുമക്കുക. ഇപ്പൊ തന്നെ ഒരു വലിയ വിഷമത്തിന്റെ നടുക്കാ ഞാൻ. എന്താ മോളെ? ഒന്നുമില്ലമ്മേ. എന്താ മോളെ, ഒന്ന് തെളിച്ചു പറ. പ്രധാനപ്പെട്ട ഒരു ഫയലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളിലാ ഞാൻ. അമ്മ വിഷമിക്കാതെ. ഞാൻ പെട്ടെന്നുള്ള ടെൻഷനിലും ദേഷ്യത്തിലൊക്കെ പറഞ്ഞു പോയതാ. അമ്മ ക്ഷമിക്ക്. പാവം, നിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയാം. പക്ഷേ നിന്നോട് സംസാരിക്കുമ്പോ എനിക്കൊരു ധൈര്യവും സമാധാനവും ഒക്കെ കിട്ടും. മുന്നിൽ നിന്ന് കാര്യങ്ങൾ നീക്കാൻ നീയുണ്ടെന്നുള്ളൊരാശ്വാസം കിട്ടും. അതുകൊണ്ടാ മോളെ നിന്നെ വിളിക്കുന്നേ. നിന്റെ ശബ്ദം കേട്ടാൽ തന്നെ പകുതി വിഷമം മാറും.
എനിക്കറിയാം അമ്മേ, സാരമില്ല. അമ്മ എപ്പോ വേണമെങ്കിലും വിളിക്ക്. അല്ല, വിളിക്കാത്ത തന്നെ ഞാൻ എത്തും. ഷാരിയുടെ കാര്യത്തില് വലിയ വെപ്രാളൊന്നും വേണ്ട. വരട്ടെ, നമുക്കൊന്നുകൂടി അവളോട് സംസാരിക്കാം. എന്നാ ശരി അമ്മേ. ശരി മോളെ. അവൾക്കൊന്നും അറിയില്ല. അവൾ അതിനേക്കാൾ വലിയ വിഷമത്തില. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഇന്നലെ ഈ ശാരി അവളിത് എവിടെ പോയതായിരിക്കും? ഭവാനി.